മഴ തോരും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വൈജയന്തി ശിവനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശിവൻ പറയുന്നു, നിനക്ക് വിളിച്ചാൽ ഉടനെ അലീനയെ പുറത്താക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേറെ എനിക്ക് എന്ത് വിശേഷമാണ്, എനിക്ക് ഈ വീട്ടിൽ ഇതേ ഉള്ളൂ, ഈ വീട്ടിൽ നിന്ന് അവൾ പോയാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ശിവൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എത്ര നാളായിട്ട് ഞാൻ പറയുന്നു ഇനി അവളിവിടെ നിൽക്കട്ടെ എന്ന്, പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശിവൻ പറയുന്നത് കേട്ട്, അലീനയെ അടുത്ത് ഇപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ തോന്നുന്നത് നിങ്ങൾക്ക്? ആദ്യം ഇങ്ങനെയല്ലായിരുന്നല്ലോ ആർക്കും എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അത് ഓരോ സാഹചര്യങ്ങളല്ലേ ഓരോ മനുഷ്യനെ മാറ്റുന്നത്, അതുകൊണ്ട് നിനക്കും ഒരു മാറ്റം വരും എന്ന് വൈജയന്തിയുടെ അടുത്ത് ശിവൻ പറയുന്നുണ്ട്. ഇത് കേട്ടതും ശിവൻ വീണ്ടും പറയുന്നു, എനിക്കാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് ഒരു സമാധാനം എനിക്കായില്ലാത്തത് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ചിന്തിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നത്? ഞാൻ കാരണം ഇപ്പോൾ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടോ എന്നൊക്കെ വൈജയന്തി ചിന്തിക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ കൃഷ്ണമോള് ചോദിക്കുക, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ഇവിടെ നിൽക്കുന്നതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒന്നാമത് അമ്മയുടെ തറവാട്ടിലുള്ളവർക്കിപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാരെ നീ വിളിക്കണ്ട, എന്തായാലും നിൻ്റെ അച്ഛന് മാത്രം ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് കൃഷ്ണയെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറഞ്ഞു, ഇല്ല അമ്മേ, ഇപ്പം എല്ലാവർക്കും അലീന ചേച്ചി ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം, പിന്നെ എന്തിനാ അമ്മ വീണ്ടും ഓട്ടിക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും വൈജയന്തിയെടുത്ത് ദേഷ്യപ്പെടുവാൻ വേണ്ടി വീണ്ടും ഒരാൾ വരുന്നുണ്ട്. ബാലചന്ദ്രൻ ഇത് കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഇനി ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല, നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഞാനിനി തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? നിൻ്റെ വീട്ടുകാരടുത്ത് നീ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞേ? ഇവിടെ നിൽക്കട്ടെന്നല്ലേ അലീന, അതുപോലെ തന്നെ ആ തീരുമാനം തന്നെ നടക്കട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേട്ടതും വൈജയന്തിക്ക് ദേഷ്യം കൂടിയിട്ട് അകത്ത് കയറി പോകുന്നുണ്ട്. അങ്ങനെ രോഹിത് ആണെങ്കിൽ അലീനയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എന്തായാലും ഇനി കോളേജിൽ പോകേണ്ട കാര്യമാണ് ഞാൻ അന്വേഷിച്ചത്, എന്താ നീ പറയുന്നത്? ഇനി ഒരു ദിവസം കോളേജിലോട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് രോഹിത് പറയുക, ഇനി എനിക്ക് എല്ലാവരും ഫേസ് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിനെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നേ? ഞാനും കൂടെ വരാം, എല്ലായിടത്തും സംസാരിക്കാം, പഠിച്ച് നല്ല നിലയിലെത്തണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് രോഹിതിനെ ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ വീണ്ടും ശിവനെ കാണാൻ ശിവൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അലീനയെക്കുറിച്ച്, അതുപോലെ തന്നെ ഹരിയുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. അപ്പോഴത്തേക്ക് ശിവൻ പറയുന്നുണ്ട്, എല്ലാത്തിനും നടുക്ക് ഞാൻ നിന്നിട്ട് എനിക്ക് ഒരു സമാധാനം ഇപ്പം ഇല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടതും പറയുക, എന്തായാലും ഓരോരോ പിള്ളേരുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, സ്വഭാവം എങ്ങനെയാണെന്ന്. ഹരിയുടെ കാര്യത്തിലിപ്പം കണ്ടില്ലേ, ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? എന്നാൽ അതിലേതെങ്കിലും ഒരു തീരുമാനം ഉറച്ചെടുത്തേ പറ്റുള്ളൂ. ആ കുട്ടിയുടെ വീട്ടുകാർ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതും ശിവൻ്റെ ഭാര്യ ഓടി വരുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ താര പറഞ്ഞ അവരെയൊക്കെ വീട്ടിൽ കയറ്റാൻ വേണ്ടി? എനിക്കാണെങ്കിൽ അവരെ പറയുന്നത് തന്നെ ഇഷ്ടമില്ല. എന്തായാലും ഇനി അവരെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി ബാലചന്ദ്രൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുക, എന്തായാലും നിങ്ങളെ മകൻ ചെയ്ത തെറ്റിനെ പറയുന്നില്ല, ബാക്കിയുള്ളവരെക്കുറിച്ചാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് അല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം തെറ്റും ശരിയും മനസ്സിലാക്കാനാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ആദ്യം വീട്ടിലൊരാളുണ്ടല്ലോ അലീന, അവളെ ആദ്യം പുറത്താക്കാൻ നോക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ളവർ ശരിയാക്കാൻ വേണ്ടിയും നന്നാക്കാൻ നോക്കേണ്ടതും, കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളേക്ക് സ്വഭാവമൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്ന് പറയുന്നത് കേട്ടിട്ട് ശിവൻ പറയുക, എന്തായാലും ഇവർക്കൊന്നും ഒരു മാറ്റം വരില്ല ഒരു സ്വഭാവത്തിൽ, ഞാൻ എന്ത് ചെയ്യാനാ? ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ഇടപെട്ടാലേ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മകനായിപ്പോയില്ലേ എന്ന് ശിവൻ പറയുന്നുണ്ട്. എന്തായാലും വൈജയന്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ ആവശ്യമെന്ന് വെച്ചാൽ അലീന ആ വീട്ടിൽ നിന്ന് പോകണമെന്നാണ്. എന്തായാലും അതും ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ്, നടന്നിരുന്നാലും പിന്നെ അവൾ ഒരു സമയം ദുഃഖിക്കേണ്ടി വരും, അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് ശിവൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത്. ബാലചന്ദ്രൻ പറയുക, ആ അറിയുന്ന നിമിഷം ഞാൻ ആ വീട്ടിൽ കാണില്ല എന്ന് ശിവൻ്റെ അടുത്ത് പറയുന്നുണ്ട്.
എന്തായാലും എന്തെങ്കിലും ഒരു തീരുമാനമാവുമല്ലോ. ഇത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പെട്ടെന്ന് അറിയാൻ തന്നെ പോവുക ചെയ്യുന്നത്. എന്തായാലും അലീനയുടെ അടുത്ത് കണ്ട് സംസാരിച്ചിട്ടുണ്ട് വൈജയന്തി, എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന്. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ഞാൻ പൊയ്ക്കോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് അലീന ഒന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഈ സത്യം അമ്മയടുത്ത് പറയണമെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എന്തായാലും പറയണ്ട ഇപ്പോൾ. അപ്പോഴത്തേക്കും പറഞ്ഞു അലീന പറഞ്ഞു, പറയണം, എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകും. അപ്പോഴത്തേക്കും ബാലചന്ദ്രനും പറഞ്ഞു വന്ന്, നീ പോയാൽ ഞാനും പോകുമെന്ന്. ഇത് കേട്ട് ശിവൻ പറയുക, എന്തായാലും ഇതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്, ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ ബാലചന്ദ്ര എന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശിവൻ പറയുക, എന്തായാലും ബാലചന്ദ്രൻ ഇത് ഇപ്പോഴൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഒരു അവസരം വരും അപ്പോഴും പറയാം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് ബാലചന്ദ്രനാണെങ്കിൽ പറയുന്നു, എന്തായാലും ഇത് പറയാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അലീന, അതുകൊണ്ട് ഏത് സമയം എനിക്ക് പറയാം. അപ്പോഴത്തേക്കും ശിവൻ പറയുന്നുണ്ട്, വേണ്ട പറയണ്ട, എന്തായാലും അലീന തന്നോട് പറഞ്ഞ കാര്യമില്ലേ, ഇപ്പം പറയണ്ട, അതിന് സമയമുണ്ട് എന്ന് പറയുന്നുണ്ട് ശിവൻ. അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ വൈജയന്തിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, അച്ഛനാണെങ്കിൽ തറവാട്ടിൽ പോയിട്ടുണ്ട്, എന്ത് കാര്യത്തിനാണ് അങ്ങോട്ട് പോയത്, എന്നെ എന്തെങ്കിലും കുറ്റം പറയാനായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, കുറ്റമൊന്നും പറയാനല്ല, ഹരിച്ചേൻ്റെ കാര്യം പറയാനാ. എന്ത് കാര്യം? അവിടെ കാര്യം അവർ നോക്കിക്കോളും, ആദ്യം ഇവിടുത്തെ കാര്യം നോക്കാൻ പറ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്ന് കൃഷ്ണയുടെ അടുത്ത് വൈജയന്തി പറയുന്നുണ്ട്.